നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ഇറാനുമായി യുദ്ധം ആരംഭിച്ചു. ഇപ്പോൾ വെടിനിർത്തലിലാണ് എങ്കിൽ പോലും ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ ഇസ്രായേൽ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. കാരണം അവർ എല്ലായ്പ്പോഴും ആയുധ സംഭരണവും ആയുധ നിർമ്മാണവും വലിയ തോതിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ പോലും ഇസ്രായേൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ലെബനനിലേക്കായിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോൾ അവർ തമ്മിൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ പലവട്ടം ആക്രമിച്ചിരുന്നതായിട്ടാണ് ലെബനൻ ആരോപിച്ചിരുന്നത്. നമുക്കറിയാം, ലെബനനിലെ ഭരണകൂടത്തെ പോലും അപ്രസക്തരാക്കിക്കൊണ്ടാണ് ഹിസ്ബുള്ള അവിടെ അവരുടെ വിളയാട്ടം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വധിച്ചിട്ട് പോലും, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയെല്ലാം ഇസ്രായേൽ വധിച്ചിട്ട് പോലും അവർ ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നടത്താനുള്ള നീക്കങ്ങളിലായിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നതുമില്ല. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലെബനനിൽ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഇരട്ട തുരങ്കങ്ങൾ, 2 കൂറ്റൻ തുരങ്കങ്ങൾ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തത്. ഇതിലെ ഓരോ തുരങ്കത്തിനും 2 കിലോമീറ്റർ ദൈർഘ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഏതാണ്ട് 30 മുറികൾ ഓരോ തുരങ്കത്തിനുള്ളിലും ഉണ്ടായിരുന്നു. ഇവിടെ തീവ്രവാദികൾ ഒളിച്ചിരിക്കാനും അവർക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ടു വന്നാൽ അവരെ ബന്ദിയാക്കി വയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 10 വർഷം കൊണ്ടാണ് ഈ തുരങ്കം ഇവർ നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ 2 തുരങ്കങ്ങളും ഏതാണ്ട് സമീപ പ്രദേശങ്ങളിലായിരുന്നു എങ്കിൽ പോലും ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ തന്നെയായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. ഇറാനിലെ എഞ്ചിനീയർമാരുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലും സാങ്കേതിക സഹകരണത്തിലുമാണ് ഇത് 10 വർഷം കൊണ്ട് നിർമ്മിച്ചെടുത്തത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി 450 ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അയൽരാജ്യമായ ലെബനനിൽ നടന്ന ഇത്രയും വലിയ സ്ഫോടനത്തിൻ്റെ പ്രത്യാഘാതം ഇസ്രായേലിലെ ഭൂകമ്പ മാപിനികളിൽ പോലും രേഖപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. പല ആളുകളും കരുതിയത് ഇസ്രായേലിൽ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ കണ്ടത് എന്നാണ്. എന്നാൽ സർക്കാരാകട്ടെ ഇത് കൃത്യമായി പിന്നീട് ജനങ്ങളെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. ഇത് ഹിസ്ബുള്ളയുടെ 2 ഏറ്റവും പ്രധാനപ്പെട്ട തുരങ്കങ്ങൾ തങ്ങൾ നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു സ്ഫോടന ശബ്ദം ആളുകൾ കേട്ടത് എന്നാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാൻ്റെ എല്ലാവിധ സഹായം ലഭിക്കുന്നുണ്ട്. ലെബനനിലെ ഭരണത്തിൽ പോലും അവർ പങ്കാളികളാണ്. വലിയ തോതിലുള്ള അനുയായികൾ അവർക്കുണ്ട്. പരിശീലനം ലഭിച്ച ഭീകരന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലായ്പ്പോഴും അവർക്ക് ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്താൻ സജ്ജമായ രീതിയിലാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ തുരങ്കങ്ങളിലൂടെ നേരത്തെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറി വന്ന് വലിയ തോതിലുള്ള ആക്രമണം 2023 ഒക്ടോബർ 7 നടത്തിയതുപോലെ ഹിസ്ബുള്ള തീവ്രവാദികൾക്കും വേണമെങ്കിൽ ഈ 2 തുരങ്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇത്രയും പടുകൂറ്റൻ തുരങ്കങ്ങളിലൂടെ ഇവർക്ക് വാഹനം ഓടിച്ചോണമെങ്കിലും വന്ന് ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ തീവ്രവാദി ആക്രമണം നടത്താൻ പറ്റിയ എല്ലാവിധ സന്നാഹങ്ങളും ഇതിനകത്ത് ഒരുക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇസ്രായേലിൻ്റെ അതിശക്തമായ സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ 2 തുരങ്കങ്ങളും അവർക്ക് കൃത്യസമയത്തിനുള്ളിൽ തന്നെ തകർക്കാൻ കഴിഞ്ഞത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളവും ഹിസ്ബുള്ള തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയായിട്ട് തന്നെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ ഉപവിഭാഗമായ റദ്വാൻ ഫോഴ്സിനെ കൊണ്ട് ഈ മാർഗത്തിലൂടെ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ ഭീകരാക്രമണം നടത്താനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഖന്താര എന്ന സ്ഥലത്തെ ഒരു ജനവാസ മേഖലയിലാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഇവിടെ ഇങ്ങനൊരു തുരങ്കം ഉണ്ടായിരുന്നതായി അറിയില്ലായിരുന്നു. ഏതൊരു ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ ചാരക്കണ്ണുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായി പിടിച്ചെടുക്കുകയും ഇവിടെ നടക്കുന്ന നിസ്സാരമായ നീക്കങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇവിടേക്ക് പെട്ടെന്ന് തന്നെ എത്തി ഈ ആക്രമണം അഴിച്ചുവിട്ടത്. ഏതായാലും ഇവിടെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇതിനകത്ത് ഒളിച്ചിരുന്നിട്ടുണ്ടോ, അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും വളരെ വിപുലമായ സംവിധാനങ്ങളാണ്, ആഡംബര മുറികൾ വരെ ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം പോലും എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും കൂടി വലിയ കിടക്കകൾ സഹിതം ഇതിനകത്ത് സജ്ജീകരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 10 വർഷം കൊണ്ടാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എത്രമാത്രം വിപുലമായ രീതിയിലാണ് ഇറാനിലെ എഞ്ചിനീയർമാർ ഈ തുരങ്കം നിർമ്മിക്കാനുള്ള എല്ലാവിധ സാങ്കേതിക സഹായവും ഹിസ്ബുള്ളയ്ക്ക് നൽകിയിരുന്നതെന്ന്.